കണ്ടേ, അതായത് ആ പ്രകാശത്തിനകത്ത് ഞാൻ എന്ത് രൂപമാണോ കണ്ടത് അത് മാതാവ് ഗിഫ്റ്റായിട്ട് ഈ ക്രിസ്റ്റിയുടെ അമ്മ ഈ മാതാവിനെ എനിക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കൺഫേം ചെയ്തു, എൻ്റെ കൂട്ടത്തിലുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി, എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ദേഷ്യപ്പെടരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മൊത്തം ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് വാക്ക് കൊടുത്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ ഇത്തവണ ഞാൻ ഫെയിലാകുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഞാനതൊന്ന് കരഞ്ഞു. അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞിട്ടാണ് കിടന്നത്. എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. എനിവേ ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് വെളുപ്പിനെ 5:30 നമുക്ക് ഈ പ്രയർ ചെല്ലണ്ടേ. 5:30 എഴുന്നേൽക്കുന്നതിന് തൊട്ടും മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു: ഈശോയും മാതാവും രണ്ടുപേരും എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ കേട്ടില്ല, ഡയലോഗ് കേട്ടില്ല, ഇവരുടെ സൗണ്ട് പോലും ഞാൻ കേട്ടില്ല. ഒരു പാറപ്പുറത്ത് ഈശോ ഒരു ചുവന്ന ഷാളൊക്കെ ഇട്ടിരുന്നു, മാതാവ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ ഞാൻ കണ്ടുള്ളൂ. അപ്പം എനിക്കിത് മനസ്സിലായില്ല, എന്താണ് അതിൻ്റെ പൊരുളെന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ വളരെ ഡിപ്രസ് ആയിരുന്നു. ഞാൻ ഈ പിള്ളേരോട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഭയങ്കര ഭാഗ്യവതിയാണ്. കാരണം ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ട് മാതാവിലും ഈശോയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ ഇവരുടെ ഡ്രസ്സെങ്കിലും ഒന്ന് സ്വപ്നം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഭാഗ്യം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്, ചേച്ചി ഒത്തിരി ലക്കിയാണെന്ന് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു, ചേച്ചി കണ്ട സ്വപ്നം ഇതാണ്, അതായത് ഈശോ ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാതാവ് ചെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പം മാതാവ് പറയുന്നത് ഈശോയ്ക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അതാണ് ചേച്ചി കണ്ടത്. അതായത് ചേച്ചിയുടെ കാര്യം, ചേച്ചി എന്തിനു വേണ്ടിയാണോ കരഞ്ഞത്, അത് മാതാവ് എന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചീനെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ചേച്ചി ഇത്തവണ എക്സാം ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്കൊരു ശക്തിയായിരുന്നു. ഞാനതിൻ്റെ ഇവർ പറയുന്ന പോലെ അനാഥാലയത്തിൽ പോകുമായിരുന്നു, ഓർഫണേജിൽ പോകുമായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ സിൻസിയറായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പത്രം കൊടുക്കാനായിട്ട് പോകുമ്പോൾ, പത്രം കൊടുക്കാനൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ആരെങ്കിലുമൊക്കെ കളിയാക്കുമോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേർ പോകുന്ന വഴിക്ക് ഇവരോട് ചോദിച്ചിട്ടുണ്ട്, പൈസ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം മെനക്കെടുത്തുവാണെന്നൊക്കെ ഇവരെ ഒരുപാട്